നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന് ചെകിട് പൊട്ടുന്ന അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കമ്മിറ്റി യോഗങ്ങളിലും പിണറായി വിജയനെ എടുത്തിട്ട് അലക്കി കഴിഞ്ഞല്ലോ. ഇപ്പോൾ അങ്ങ് കേന്ദ്ര കമ്മിറ്റിയിൽ PB യോഗം ചേർന്ന് തീരുമാനിച്ച കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരും പിണറായി വിജയനെ കൈവിട്ടിട്ടുണ്ട്. പിണറായിസം തലയ്ക്ക് പിടിച്ചു പോയതുകൊണ്ട് അഹങ്കരിക്കുന്നത് മതിയാക്കൂ എന്നാണ് അങ്ങ് PBയിൽ നിന്നും വന്നിരിക്കുന്ന നിർദ്ദേശം. ഇത് ഇനി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണോ, അടിമകളുടെ കണ്ണടപ്പിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ പ്രകാശ് കാരാട്ടും യെച്ചൂരിയുമൊക്കെ പിണറായിക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പിണറായിയെ ഇങ്ങനെ തലങ്ങും വിലങ്ങും കേന്ദ്ര PB എടുത്തിട്ട് തല്ലുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് നടക്കുന്ന അവലോകനങ്ങളിൽ കീഴറ്റം മുതൽ മേലറ്റത്ത് നിന്നുവരെ കടുത്ത വിമർശനവും അടിയുമൊക്കെയാണ് പിണറായിക്ക് കിട്ടുന്നത്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങാനിരിക്കുകയാണ്. അവിടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കും. പിന്നാലെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ അഖണ്ഡ വിമർശന യജ്ഞം പാർട്ടിക്ക് ഗുണകരമാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തെറ്റുതിരുത്തലിന് മുന്നോടിയായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം CPMന്റെ കേരള ഘടകവും കേന്ദ്ര കമ്മിറ്റിയുമായുള്ള വിടവ് രൂക്ഷമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ മേഖലാ യോഗത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് നിശ്ചിതമായ ഭാഷയിൽ സംസ്ഥാന നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതായിരുന്നു. അതേസമയം സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംസ്ഥാന റിപ്പോർട്ട് പാർട്ടി നേതൃത്വം ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് സമ്മതിക്കുന്നു. നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാകരുതെന്നും എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. പെൻഷൻ മുടങ്ങിയത്, UDFന് അനുകൂലമായ മുസ്ലിം വോട്ട് ഏകീകരണം തുടങ്ങിയവ തോൽവിക്ക് കാരണങ്ങളായി നിരത്തിയെങ്കിലും പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന ചില പ്രധാന വിമർശനങ്ങളുടെ നേർക്ക് ഗോവിന്ദൻ അങ്ങ് കണ്ണടച്ചു. ഉദാഹരണം, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ MV ഗോവിന്ദൻ അങ്ങ് വിഴുങ്ങി. ത്രിപുരയിലെയും ബംഗാളിലെയും അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ പാർട്ടി തകരുമെന്നാണ് പ്രകാശ് കാരാട്ടിന്റെ മുന്നറിയിപ്പ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP നേടിയ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. അടിസ്ഥാന വർഗങ്ങളെ കൂടെ നിർത്തണം. ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് തിരുത്തണം. ഇങ്ങനെ പോകുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിമർശനങ്ങളെയും തിരുത്തൽ നിർദ്ദേശങ്ങളെയും സംസ്ഥാന ഘടകത്തിന് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്നത് ഇനി കണ്ടറിയണം. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യമാണ് തോൽവിക്ക് കാരണമായതെന്നാണ് അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ന്യായീകരിച്ചിരിക്കുന്നത്. വിവിധ മത സാമുദായിക വിഭാഗങ്ങൾ ഒപ്പം നിന്നില്ലെന്ന കേരള ഘടകത്തിന്റെ അവലോകന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി. ചർച്ചകളിൽ തെരഞ്ഞെടുപ്പിനിടെ EP ജയരാജൻ BJPയുടെ പ്രമുഖ നേതാവിനെ കണ്ടത് സംബന്ധിച്ച വിവാദം അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. പൊളിറ്റ് ബ്യൂറോയിൽ കേരള നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് പോലും വാദമുണ്ടായി. എന്തായാലും ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസ് ആണ് വരുന്നത്. അതിനെ തുടർന്നുണ്ടാകുമെന്ന് കരുതുന്ന തെറ്റുതിരുത്തൽ എത്രത്തോളം ഫലപ്രദമാകും? ആ തെറ്റുതിരുത്തലിന് ജനവിശ്വാസം വീണ്ടെടുക്കാൻ സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി തെറ്റുതിരുത്തുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മെച്ചപ്പെടുത്താനാകുമോ? പ്രത്യേകിച്ചും സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ തെറ്റുതിരുത്തലിന് ആരാണ് നേതൃത്വം കൊടുക്കുക? അവർക്കതിനുള്ള ധാർമ്മിക അവകാശമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരം എളുപ്പമല്ല. പൊളിറ്റ് ബ്യൂറോ തെറ്റുതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം നേരിട്ട് സംവദിക്കുന്ന മേഖലാ യോഗങ്ങളിൽ ആദ്യത്തേതാണ് കണ്ണൂർ നടന്നത്. 4-ാം തീയതി കൊല്ലത്ത് നടക്കുന്നത് അവസാനത്തേതും. തുടർന്നാണ് തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുക. ഇതനുസരിച്ചാണ് പാർട്ടി തെറ്റുതിരുത്തൽ നടപ്പാക്കുക. CPMനെ സംബന്ധിച്ചിടത്തോളം തെറ്റുതിരുത്തൽ പുതിയ സംഭവമേ അല്ല. ഏറ്റവും ഒടുവിലത്തേത് കഴിഞ്ഞ വർഷമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്നതായിരുന്നു. ബന്ധുക്കൾക്ക് ജോലി തരപ്പെടുത്തി നൽകുന്ന നേതാക്കളുടെ രീതി പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്നുവെന്നും ഭരണത്തിന്റെ തണലിൽ കിട്ടാവുന്നതെല്ലാം കൈപ്പിടിയിലാക്കുന്ന രീതി ഉപേക്ഷിക്കണമെന്നും രേഖയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിയും സർക്കാരും നേരിടുന്ന ആരോപണങ്ങൾ കാട്ടുന്നത് ആ തെറ്റുതിരുത്തൽ ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് തന്നെയായിരുന്നു. അതിന് തെറ്റ് തിരുത്തിയില്ലല്ലോ, തിരുത്തും എന്നിവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ തിരുത്തില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.